പൊക്രയിൽ നിന്നും നേപ്പാളിലെ തന്നെ അതിമനോഹരമായിട്ടുള്ള വില്ലേജ് ആയിട്ടുള്ള ഗാന്ത്രൂക്കിലേക്ക് എങ്ങനെ പോകാൻ നോക്കാം. അങ്ങനെ ഞാൻ ടെൻ്റൊക്കെ അടിച്ചിരിക്കുന്ന അമ്പലത്തിൽ നിന്ന് ടെൻ്റൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ ബാഗ്ലൂങ് ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോയത്. ഷെയർ ടാക്സിയും ഗാന്ത്രൂക്ക് വില്ലേജിലേക്ക് അവൈലബിൾ ആയിരുന്നു. ഞാൻ എന്തായാലും ബസ് വഴിയാണ് പോകുന്നത്. അങ്ങനെ ബാഗ്ലൂങ് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ഒരു ബുക്കിംഗ് ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ 500 നേപ്പാളി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിൽ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. സീറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിലും തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ എന്തായാലും സീറ്റ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഗാന്ത്രൂക്ക് എന്നത് അന്നപൂർണ്ണ കൺസർവേഷൻ ഏരിയന്റെ അണ്ടറിലായതുകൊണ്ട് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് പെർമിറ്റ് എടുക്കണമെന്ന്. ഞാൻ എന്തായാലും പെർമിറ്റ് ഒന്നും എടുക്കാതെയാണ് കേട്ടോ പോയത്. ഗാന്ത്രൂക്ക് എന്നത് അന്നപൂർണ്ണ ABC ട്രക്കിന്റെ ബേസ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും അന്നപൂർണ്ണ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഗാന്ത്രൂക്കിൽ വരുന്നത്. ഞാൻ കയറിയ ബസ്സിൽ പാസഞ്ചേഴ്സിനെക്കാട്ടും കൂടുതൽ ലഗേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫുള്ള് സാധനങ്ങളായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഡേഞ്ചർ ആയിട്ടുള്ള റോഡിലൂടെ 3 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ഗാന്ത്രൂക്ക് എന്ന വില്ലേജിൽ എത്തുള്ളൂ. ബസ് ഇറങ്ങിയിട്ട് ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ട്രക്ക് ചെയ്താൽ മാത്രമേ വില്ലേജിൽ എത്താൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ബസ് ടോപ്പിൽ വരെ പോകുന്ന ബസ്സായിരുന്നു. അതുകൊണ്ട് എനിക്ക് ട്രക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ റോഡ് പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ റോഡിന്റെ മുഴുവൻ വർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാതെ വില്ലേജിന്റെ ടോപ്പിലെത്താൻ സാധിക്കും. അപ്പോൾ ഗാന്ത്രൂക്കിലെ അടിപൊളി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കിഡിലൻ നേപ്പാൾ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.